ഇതുപോലെ തന്നെ ഈ താരങ്ങളുടെ പ്രതിഫലത്തിന്റെ കാര്യത്തിൽ വിജയിച്ചിങ്ങനെ പോലും അപ്പോൾ താരങ്ങൾ അമിത പ്രതിഫലം വാങ്ങുന്നു, അത് നിയന്ത്രിക്കണം. ഇങ്ങനെയൊക്കെയാണ് നിർമ്മാതാക്കളുടെ സംഘടന പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ സിനിമയുടെ വിജയത്തിലേക്ക് നമുക്ക് നമ്മുടെ പ്രതിഫലം നമുക്ക് കൂട്ടേണ്ട ആവശ്യമുണ്ട് അല്ലെ. നമ്മുടെ സിനിമ വിജയിക്കുമ്പോഴാണ് എല്ലാവരും പ്രതിഫലം കൂട്ടും. അപ്പൊ അതിനെതിരെയും ഒരു ശബ്ദം ഉയർന്നു. ഒരു സിനിമ വിജയിച്ചാൽ ആ നടൻ വീണ്ടും പ്രതിഫലം കൂട്ടുന്നു, 1 കോടി മേടിക്കുന്ന ആൾ 2 കോടി മേടിക്കുന്നു എന്നൊക്കെ ഇവർ പറഞ്ഞു. അത് നിങ്ങളെപ്പോലുള്ള യുവ തലമുറയ്ക്ക് ഒന്ന് ബാധകമാവുന്നുണ്ട്. അത്രയൊക്കെ ഒരു കാര്യങ്ങൾ വരുമ്പോൾ നെസിൽ എന്നൊരു ആക്ടർ, അത് ഗണപതി ഉൾപ്പെടെ ഉള്ളവർ പറയണ്ടാവട്ടോ, ഇവരെല്ലാവരും പറഞ്ഞ ഇവരെല്ലാം നല്ല ആക്ടറൈസ് ആണ്. അങ്ങനെ വരുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിലെ ബാധിക്കുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ ബാധിക്കുന്നു ഇതില്ല. കാരണം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഐ മീൻ എന്നെ ഞാൻ പറയുന്ന എമൗണ്ടിന് അല്ലെങ്കിൽ ഞാൻ പറയുന്ന പ്രതിഫലത്തിന് എന്നെ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ പ്രൊജക്ട് ഓണായി വരുന്നുണ്ട്. അപ്പൊ എന്നോട് ഇതുവരെ അങ്ങനെ പ്രതിഫലം കുറയ്ക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടില്ല. എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. ഞങ്ങളെ കൂട്ടത്തിലൊരു സൂപ്പർ സ്റ്റാർ എനിക്ക് തോന്നുന്നു ഞാൻ അതൊക്കെ സംസാരിക്കാൻ എനിക്ക് അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. അങ്ങനെ പ്രതിഫലം കൂടുതൽ കറക്റ്റ് പൈസ പേ വാങ്ങുള്ളൂ. അപ്പൊ അത് ഓക്കെ. ഇതുവരെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. അപ്പൊ അത് അറിയില്ല എങ്ങനെയാണ്. വാർത്ത ഞാൻ കാണുന്നുണ്ട്, പക്ഷെ അത് എനിക്ക് പേഴ്സണലി എനിക്ക് അറിയില്ല. നമുക്ക് അറിയുമ്പോഴല്ല അതിന്റെ അത്തരം സ്റ്റാർസ് ഒക്കെ അത് വാങ്ങുമ്പോഴായിരുന്നു അറിയില്ല. ഞാൻ ആവുമ്പോൾ ഞാൻ നോക്കാം. അപ്പൊ ഞാൻ ഇതിനനുസരിച്ച് പരാതിപ്പെടേണ്ട കാര്യമുള്ളൂ. ഇല്ല, എനിക്ക് അങ്ങനത്തെ പരാതികൾ അങ്ങനത്തെ പ്രശ്നം വരുന്നില്ല. നമ്മളിപ്പോൾ എനിക്കറിയില്ല, അത്തരം മേഖലയിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല. നമുക്ക് ഹാപ്പിയാണ്. ഇപ്പം ഉണ്ടാകുന്ന പരിപാടികളിലൂടെ നമുക്ക് അത്യാവശ്യം ചോദിക്കുന്ന പരിപാടികളൊക്കെ കിട്ടുന്നുണ്ട്. ഹാപ്പിയാണ്. നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് ഹാപ്പിയാണ്. അതിൽ കൂടുതലൊന്നും സംസാരിക്കാൻ എനിക്ക് ഇതിൽ ആളല്ല. അതുകൊണ്ട്